2023 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചുവടുവെപ്പുകൾ നടത്തിയ ലോകത്ത് തന്നെ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ വർഷമായിരുന്നു. 2024 അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രോ. പുതുവർഷത്തിൽ തന്നെ ദിനത്തിൽ തന്നെ പുതിയ ചരിത്രം കുറിക്കുകയാണ് ISRO. അതും ISROയുടെ ഹൈലൈറ്റായ PSLVയുടെ 60ാമത് വിക്ഷേപണത്തിലൂടെ. PSLV C-58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. ആദ്യഘട്ടം വിജയകരമാണെന്ന് ISRO അറിയിച്ചു. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. जी हाँ, इस वर्ष का प्रथम प्रमोशन श्रीहरिकोटा के प्रथम प्रमोशन मंच से PSLV C-58 का हमने सफलतापूर्ण उत्थापन देखा. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിനയ് ഉണ്ണി തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ്. വിനയ്, PSLV C-58 എക്സോ സാറ്റിനെ കൃത്യമായ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ISRO എങ്ങനെയാണ് ഈ വിക്ഷേപണത്തെ ഇപ്പോൾ വിലയിരുത്തുന്നത്? ഇതുകൂടാതെ മറ്റെന്തൊക്കെ പേലോഡുകൾ അതിലുണ്ട്? അഞ്ജിത, എക്സ്പോസാറ്റിനെ കൃത്യമായി ഇപ്പോൾ 650 കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുകയാണ് PSLV. അങ്ങനെ PSLV വീണ്ടും അതിൻ്റെ ഒരു വിജയകരമായ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. തൻ്റെ PSLVയുടെ 60ാം ദൗത്യത്തിലാണ് വീണ്ടും ഒരു സക്സസ്ഫുൾ വെഹിക്കിളാണ് ഇതെന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുന്നത്. PSLV C-58 അതിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ്. അതായത് എക്സ്പോസാറ്റ് എന്ന ISROയുടെ പ്രധാന കൃത്രിമ ഉപഗ്രഹത്തെ അത് കൃത്യമായി ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. എക്സ്റേ കിരണങ്ങളുടെ പഠനം, ആ പഠനമാണ് ബഹിരാകാശത്തുള്ള എക്സ്റേ കിരണങ്ങളുടെ പഠനമാണ് എക്സ്പോസാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശത്തുള്ള ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെ കുറിച്ചുമുള്ള രഹസ്യങ്ങളാണ് പ്രധാനമായും എക്സ്പോസാറ്റ് വഴി ISRO പഠിക്കുക. ഇതിലെടുത്തു പറയേണ്ടത് ലോകത്ത് തന്നെ രണ്ടാമത്തെ ഒരു വിക്ഷേപണമാണ്, എക്സ്റേ കിരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന വിക്ഷേപണമാണ് ISRO നടത്തിയിരിക്കുന്നത്. ISROയുടെ ആദ്യ വിക്ഷേപണവും ലോകത്ത് തന്നെ രണ്ടാമത്തെ വിക്ഷേപണവുമാണ്. ഇത് ആ ഒരു അഭിമാന നേട്ടം കൂടിയാണ് ഇപ്പോൾ ISRO കൈവരിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ISRO. കാരണം എക്സ്പോസാറ്റിലുള്ള 2 പേലോഡുകൾ അത് പ്രധാനപ്പെട്ട പേലോഡുകളാണ്. ഇതിനു പുറമെ മറ്റു വിവിധ ഏജൻസികൾ അത് കൊടുത്തയച്ച പോയം എന്ന പ്രധാന പേലോഡിലുള്ള മറ്റ് 10 പേലോഡുകൾ കൂടി ഇനി ഭ്രമണപഥത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ 2ാം ഘട്ട പ്രക്രിയ ഉടൻ തന്നെ ISRO ആരംഭിക്കും. ഇതിലെടുത്ത് പറയേണ്ടത് ഇപ്പോൾ 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഈ വിക്ഷേപണ വാഹനം. ഇനി ഘട്ടം ഘട്ടമായി 350 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഇതിൻ്റെ ഭ്രമണപഥം താഴ്ത്തുന്ന പ്രക്രിയയാണ്. അതായത് എക്സ്പോസാറ്റിനെ വിക്ഷേപിച്ചു കഴിഞ്ഞു, അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു, അത് ഭ്രമണപഥത്തിൽ ഇപ്പോൾ ഭ്രമണപഥം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം 350 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഇതിൻ്റെ ഭ്രമണപഥം താഴ്ത്തുന്ന പ്രക്രിയയാണ്. അങ്ങനെ രണ്ട് ഘട്ടമായി ഇന്ധനം ജ്വലിപ്പിച്ചുകൊണ്ട് 350 കിലോമീറ്റർ താഴത്തേക്ക് ഈ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ട് മറ്റ് 10 പേലോഡുകളെ കൂടി 350 കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കുക എന്നുള്ള ഒരു നിർണായക ദൗത്യം കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. ഇത് എടുത്തു പറയേണ്ടത് ISRO ഇപ്പോൾ PSLV ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അത് വാണിജ്യവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുറമെയുള്ള എല്ലാ ഏജൻസികൾക്കും ISROയെ സമീപിക്കാമെന്നാണ് സോമനാഥ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പുറമെയുള്ള ഏജൻസികളുടെ ഈ പേലോഡുകൾ, അതായത് തിരുവനന്തപുരം LBS സെൻറ്ററിലെ VSAT ഉൾപ്പെടെ ഉള്ള പേലോഡുകളുടെ വിക്ഷേപണം ഇതിൻ്റെ കൂടെ സാധ്യമായത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിനകം തന്നെ നമുക്ക് ഈ മറ്റ് 10 പേലോഡുകൾ കൂടി, VSAT ഉൾപ്പെടെയുള്ള ഈ പേലോഡുകൾ കൂടി 350 കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിൽ എത്തി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകും. എന്തായാലും VSAT എന്നത് വളരെ നിർണായകമാണ്. കാരണം ബഹിരാകാശത്ത് ഉൾപ്പെടെയുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പതനം അത് കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള നിർണായക പഠനമാണ് VSAT പഠിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഏറ്റവും പുത്തൻ ഒരു പേലോഡായിരിക്കും VSAT എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ അവരോട് പറഞ്ഞനുസരിച്ച് 2018 VSATന്റെ നിർമ്മാണം LBS സെന്ററിൽ, തിരുവനന്തപുരത്തെ LBS സെന്ററിൽ അവർ ആരംഭിച്ചത്. ഏതാണ്ട് 5 വർഷം നീണ്ട കഠിനമായ ഒരു യാത്രയായിരുന്നു. ഇതിനിടയ്ക്ക് കോവിഡ് വന്നു, പല കാരണങ്ങൾ കൊണ്ടും പ്രൊജക്ട് നീണ്ടുപോയി. PSLV C-58 കുതിച്ചുയർന്നിരിക്കുകയാണ്, എക്സ്പോസാറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്.